പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിൽ നമ്മൾ ആമുഖ ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളെ അതിൻ്റെ ഒരു മുഖവുര, പ്രൊലോഗ് എന്നാണ് പറയുന്നത്. പ്രൊലോഗ് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ മുഖവുര, ആ മുഖം. എത്ര വാക്യങ്ങളുണ്ട്? 1 മുതൽ 18 വരെ. എത്ര വാക്യങ്ങളാണ്? 18 വചനങ്ങൾ. 18 വചനം എന്ന് പറഞ്ഞാൽ 18 വർഷം എടുത്താലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വചനങ്ങളാണ്. അത്രയും റിച്ചാണ് ഈ 18 വാക്യങ്ങൾ. അതുകൊണ്ട് നമുക്കത് അല്പസമയം അതിൽ നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഈ സുവിശേഷത്തിലേക്ക്. ശരിക്കും മുട്ടുകുത്തി നിന്ന് വേണം ഇത് വായിക്കാൻ. അങ്ങനെ വായിക്കേണ്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു ഏകാഗ്രതയോടെയും ഭക്തിയോടെയും വേണം നമ്മൾ ഓരോ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ. അപ്പോൾ പ്രൊലോഗ് എത്ര വാക്യങ്ങളുണ്ട്? 18 വാക്യങ്ങൾ. ഈ 18 വാക്യങ്ങൾ 1 മുതൽ 18 വരെ വാക്യങ്ങൾ. അതിൽ 1-ാമത്തെ വചനം നമുക്ക് വളരെ ശ്രദ്ധയോടെ വായിച്ചു തുടങ്ങാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് മുഴുവൻ വായിക്കേണ്ടതാണ്. മുഴുവൻ വായിച്ചു പോയാൽ നമ്മുടെ ഈ 10-25 മിനിറ്റിനുള്ളിൽ അത്രയും സമയം വായിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. സത്യം പറഞ്ഞാൽ 18 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ടതാണ്. നിങ്ങൾ സാവകാശം അത് വായിച്ചു കൊള്ളുക. നമ്മൾ ഇനി ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഈ 18 വാക്യങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഈ 4 സുവിശേഷകന്മാരും സുവിശേഷം എഴുതുമ്പോൾ, മർക്കോസ് ആണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. ആരുടെയാണ്? മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം യേശുവിൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മർക്കോസ് എവിടെ നിന്നാണ് തുടങ്ങിയത്? എന്നാലും ചോദിക്കുക, മർക്കോസ് എവിടെ നിന്ന് തുടങ്ങിയത്? ഈശോയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് മർക്കോസ് തൻ്റെ സുവിശേഷം സുവിശേഷത്തിൽ ഈ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നത് എത്ര വയസ്സുള്ളപ്പോഴാണ്? ഒരു 7, 8, 9, 30 വയസ്സുള്ളപ്പോഴാണ്. 30 വയസ്സുള്ളപ്പോഴാണ് യേശുവിനെ മർക്കോസ്. അപ്പോൾ മാർക്ക് സ്റ്റാർട്ടഡ് ദ ഗോസ്പൽ വെൻ ജീസസ് വാസ് അറ്റ് ഈസ് 30 അറ്റ് ദ ഏജ് ഓഫ് 30. 30-ാമത്തെ വയസ്സുള്ള യേശുവിനെയാണ് മർക്കോസ്. അപ്പോൾ മർക്കോസിന് സുവിശേഷം വായിച്ചാൽ യേശുവിൻ്റെ 30-ാമത്തെ വയസ്സ് വരെ മുതലാണ് നമുക്ക് മനസ്സിലാകുന്നത്. 30-ാമത്തെ വയസ്സ് മുതൽ. മത്തായി ഇവിടെ മുതൽ തുടങ്ങി. മത്തായി എവിടെ മുതലാണ് ശരിക്കും തുടങ്ങിയത്? അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ ഈ യേശു ക്രിസ്തുവിൻ്റെ, അങ്ങനല്ലേ അങ്ങനല്ലേ മത്തായി അല്ലേ? നിങ്ങൾ ചുമ്മാ എന്നെ കൂടെ തെറ്റിക്കും നിങ്ങൾ. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ മത്തായി തുടങ്ങിയത് എവിടെ നിന്നാണ്? അബ്രഹാമിൽ നിന്നാണ്. അതായത് യേശുവിൻ്റെ പൂർവ്വപിതാവായ, യഹൂദരുടെ പൂർവ്വപിതാവായ അബ്രഹാമിൽ നിന്നാണ് മത്തായി തുടങ്ങുന്നത്. മർക്കോസ് തുടങ്ങുന്നത് ഈശോയ്ക്ക് 30 വയസ്സുള്ളപ്പോഴാണ്. ഇനി ലൂക്കായോ? ലൂക്ക തുടങ്ങിയത് എവിടുന്നാ? ഒന്നുമല്ല. ലൂക്ക തുടങ്ങിയത് യഥാർത്ഥത്തിൽ മത്തായി തുടങ്ങിയത് അബ്രഹാമിലാണ്. ലൂക്ക തുടങ്ങിയതോ ആദത്തിലാണ്. അത് നിങ്ങൾ അത് എപ്പോഴാണ് ഇവിടെ ഏത് വായിക്കണമെന്നറിയാമോ? ലൂക്കാ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി പറയുന്നുണ്ട്. ആ വംശാവലി 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ചേ. 3-ാം അധ്യായത്തിൻ്റെ ലൂക്ക 3:38 വായിച്ചേ. കൈനാൻ ഏനോസിൻ്റെയും
ഏനോസ് സേത്തിൻ്റെയും, സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു, ആദം ദൈവത്തിൻ്റേതുമായി. അപ്പോൾ ഈ ലൂക്ക തുടങ്ങിയത് എവിടെ പോട്ടാ? ആദം മുതലാണ്. അപ്പോൾ യേശുവിൻ്റെ ചരിത്രം ലൂക്ക പറഞ്ഞു തുടങ്ങിയത് ആദം മുതലാണ്. മത്തായി പറഞ്ഞു തുടങ്ങിയതോ അബ്രഹാം മുതൽ. മർക്കോസ് പറഞ്ഞു തുടങ്ങിയതോ 30-ാമത്തെ വയസ്സ് മുതൽ. അപ്പോൾ യോഹന്നാൻ ചിന്തിച്ചു എവിടെ മുതൽ തുടങ്ങണം? മനസ്സിലായില്ലേ? ഇപ്പോൾ ആദം വരെ ആൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആദം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് പുറകോട്ട്. അപ്പോൾ യോഹന്നാൻ യുഗങ്ങളുടെ ആരംഭം മുതലേ തുടങ്ങുകയാണ്. ഇപ്പോൾ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിച്ച് തുടങ്ങുന്നത് ആദിയിൽ എന്ന് പറഞ്ഞാൽ ആദത്തിനും മുമ്പ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ ആദിക്ക് ഉൽപ്പത്തി 1:1 മുമ്പ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൽപ്പത്തി 1:1. അതിനു മുമ്പ് ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാൻ തുടങ്ങുന്നത് യുഗങ്ങളുടെ ആരംഭത്തിന് മുൻപേ യേശുവിൻ്റെ ജീവിതം ആരംഭിച്ചത് മുതൽ യോഹന്നാൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇനി ഇതിനകത്ത് വചനത്തെക്കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 18 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ ഒരു അഞ്ച് വാക്യങ്ങളിലായിട്ട് ഞാൻ പറയുകയാണ്. 18 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ 5 വാക്കുകളിലായിട്ട് ഞാൻ 5 വാക്യങ്ങളിൽ 5 സെൻറ്റൻസിൽ അവതരിപ്പിക്കും. ഒന്ന്, വചനത്തിൻ്റെ നിത്യത, ഇറ്റേണിറ്റി ഓഫ് ദ വേർഡ്. വചനത്തിൻ്റെ നിത്യത, വെറുതെ ഇങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് വചനത്തിൻ്റെ നിത്യത. 2, വചനം സൃഷ്ടിച്ചത്, എല്ലാ സൃഷ്ടിയും വചനത്തിലൂടെ നടന്നത്. 3, വചനത്തിൻ്റെ പഴയ നിയമത്തിലെ പ്രവർത്തനം. നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മളിത് കാണാൻ പോവാണ്. വചനത്തിൻ്റെ പഴയ നിയമത്തിലെ പ്രവർത്തനം. 4, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 5, വചനം ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി നിത്യതയും മഹത്വവും വാഗ്ദാനം ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 18 വാക്യങ്ങളിൽ രക്ഷാകര ചരിത്രം മുഴുവൻ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. രക്ഷാകര ചരിത്രം മുഴുവൻ എന്തൊക്കെയാണ്? വചനത്തിൻ്റെ വചനം ദൈവമാണ്, വചനം നിത്യനാണ്, വചനം ദൈവമാണ്. രണ്ടാമത്തേത്, ആ വചനത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. മൂന്നാമത്തേത്, ആ വചനം പഴയ നിയമത്തിൽ പ്രവർത്തനനിരതമായിരുന്നു. നാലാമത്തേത്, ആ വചനം കാലസമ്പൂർണതയിൽ മാംസമായി ഭൂമിയിൽ അവതരിച്ചു. അഞ്ചാമത്തേത്, ആ വചനം ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി നമുക്ക് അമർത്യതയും മഹത്വവും നിത്യതയും പ്രദാനം ചെയ്യുന്നു. ഇതാണ് ഈ 18 വാക്യങ്ങളിൽ യോഹന്നാൻ പറയാൻ പരിശ്രമിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അതായത് ഈ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താണ്? ഒന്ന്, യേശുവിൻ്റെ വചനം എന്ന് പറയുന്നത് ഈ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു എന്ന് പറയുന്ന വാക്ക് ആദ്യം വരുന്നില്ല. വരുന്ന വാക്ക് ഏതാ? വചനം ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യേശു എന്ന് പറയുന്ന വാക്ക് എവിടെ വരുന്നതെന്നറിയാമോ? ശരിക്കും 17-ാമത്തെ വാക്യത്തിലാണ് യേശു എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത്. എന്താണ്? എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ ഇവിടെയാണ് യേശു എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത് 17-ാമത്തെ വാക്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലെ അവസാന ഭാഗത്ത് മാത്രമാണ് യേശു എന്ന് യോഹന്നാൻ പറയുന്നത്. അതുവരെ യോഹന്നാൻ യേശുവിനെ വിളിക്കുന്ന എന്താ? വചനം. എന്തുകൊണ്ടാണ് വചനം എന്ന് വിളിച്ചതെന്നൊക്കെ ഞാൻ അല്പം കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ഒന്നാമത്തേത് ഇതാണ്, വചനത്തിൻ്റെ നിത്യത. വചനത്തിൻ്റെ നിത്യത എന്ന് പറഞ്ഞാൽ വചനത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. ദൈവത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. അപ്പോൾ വചനം നിത്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. യോഹന്നാൻ പറയുകയാണ്, വചനം നിത്യമാണ്, വചനത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. ദൈവത്തിന് ആരംഭമോ അവസാനമോ ഇല്ല, വചനത്തിനും ആരംഭമോ അവസാനമോ ഇല്ല. അപ്പോൾ വചനം ആരാ? ദൈവമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് യോഹന്നാൻ പ്രൂവ് ചെയ്യുകയാണ്, വചനം, നിത്യമായ വചനം, നിത്യനായ വചനം ദൈവമാണത്. വചനം ദൈവമാണ്. ഒന്നാമത്തേതാണ് യേശുവിൻ്റെ നിത്യത.
ഇറ്റേണിറ്റി ഓഫ് ജീസസ്. രണ്ടാമത്തേത്, വചനം എന്ന് പറയുമ്പോൾ യേശു ഒരു ആശയമാണെന്ന് വിചാരിക്കരുത്. വചനം എന്ന് പറയുമ്പോൾ യേശു ഒരു ആശയമാണെന്ന് വിചാരിക്കരുത്. പിന്നെ യേശു ആരാ? യേശു ഒരു വ്യക്തിയാണ്. വ്യക്തിത്വം. ഒന്ന് നിത്യത്വം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് വ്യക്തിത്വം. യേശുവിൻ്റെ പേഴ്സണാലിറ്റി, പേഴ്സൺഹുഡ്. ജീസസ് ഈസ് എ പേഴ്സൺ. വചനം എന്ന് പറയുമ്പോൾ ഒരാശയമാണെന്ന് വിചാരിക്കരുത്, മറിച്ച് യേശു ആരാണ്? ഒരു വ്യക്തിയാണ്. 3, യേശുവിൻ്റെ ദൈവത്വം. ഈ ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ നിത്യത, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ ദൈവത്വം. പറഞ്ഞേ, യേശുവിൻ്റെ നിത്യത, വ്യക്തിത്വം, ദൈവത്വം. മനസ്സിലായല്ലോ? അതായത് ഇറ്റേണിറ്റി, പേഴ്സൺഹുഡ്, ഡെയിറ്റി, ഡിവിനിറ്റി. ഇറ്റേണിറ്റി, പേഴ്സൺഹുഡ്, ഡിവിനിറ്റി. അപ്പോൾ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ തന്നെ യോഹന്നാൻ പറയുകയാണ്, വചനം നിത്യമാണ്, വചനം ഒരു വ്യക്തിയാണ്, വചനം ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ എന്ന് പറയുന്നത് എന്താണ്? ആദിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അപ്പം ഞാൻ പറയുകയാണ് ഈ കഥയുടെ ആരംഭം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയുകയാണ് ആ കഥ തുടങ്ങുന്നത് അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയിടം മുതലെന്നല്ലേ ആരംഭം എന്ന് പറഞ്ഞാൽ? ആദിയിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയിടം മുതലെന്നല്ലേ? ആണോ അല്ലയോ? അതെ. പക്ഷേ ഇവിടെ ആദിയിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയിടം മുതലെന്നല്ല, തുടക്കത്തിനും മുമ്പ്. പറഞ്ഞേ ഹല്ലേലൂയ. ആരംഭത്തിനും മുമ്പ്. അതാണ് ഇവിടുത്തെ ആദിയിൽ എന്ന് പറഞ്ഞാൽ. ആദിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ആരംഭിക്കുന്നതിന് മുൻപ്, എല്ലാം തുടങ്ങുന്നതിന് മുൻപ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞാൽ ആരംഭമുള്ള എല്ലാറ്റിൻ്റെയും മുൻപ്, എല്ലാം ആരംഭിച്ചതിന് മുൻപ്, എല്ലാം തുടങ്ങുന്നതിന് മുൻപ്, ആരംഭത്തിന് മുൻപ്, ആരംഭമുള്ള എല്ലാറ്റിൻ്റെയും മുൻപ്. അതാണ് ആദിയിൽ. ബിഫോർ ദ ബിഗിനിങ് ഓഫ് എവറിതിങ് ദാറ്റ് ഈസ് എ ബിഗിനിങ്. ബിഫോർ ദ ബിഗിനിങ് ഓഫ് എവറിതിങ് ദാറ്റ് ഈസ് എ ബിഗിനിങ്. തുടക്കമുള്ള എല്ലാറ്റിൻ്റെയും തുടക്കത്തിന് മുൻപ്, ആരംഭമുള്ള എല്ലാറ്റിൻ്റെയും ആരംഭത്തിന് മുൻപ്. അതാണ് ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം. എന്താണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക്? നിങ്ങൾക്കറിയാം, ലോഗോസ് അല്ലേ? ലോഗോസ്. ആ വാക്ക് ഓർത്തിരിക്കണം. യോഹന്നാൻ പറയുകയാണ് ആദിയിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ അവതരിപ്പിക്കാൻ പോവുകയാണ്. യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ യേശു എന്ന് പറയുന്ന പേര് യോഹന്നാൻ പറയുന്നേ ഇല്ല. പിന്നെന്താ ഇപ്പോൾ പറയുന്നത്? വചനം, ലോഗോസ്. ഇനി ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് യോഹന്നാൻ യേശു എന്ന് പറഞ്ഞ് തുടങ്ങിയില്ല? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് യോഹന്നാൻ യേശു എന്ന് പറഞ്ഞ്? ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞൂടെ? എന്തുകൊണ്ട് യോഹന്നാൻ യേശു എന്ന് പറഞ്ഞ് തുടങ്ങിയില്ല, വചനം എന്ന് പറഞ്ഞു തുടങ്ങി? യേശു തുടങ്ങുന്നത് എവിടെ മുതലാണ്? ബേദലഹേമിൽ ജനിക്കുന്നത് മുതലാണ്. ആര് തുടങ്ങുന്നത്? യേശു. പക്ഷെ വചനം, മനസ്സിലായില്ലേ? വചനം മാംസമാകുമ്പോഴല്ലേ അത് യേശു ആകൂ. മനസ്സിലാവുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് എവിടാ? ആദിയിൽ. ആദിയിൽ യേശു ഉണ്ട്, പക്ഷെ യേശുവായിട്ടല്ല, പിന്നെ വചനമായിട്ടാണ്. ദൈവത്തിൻ്റെ പുത്രനായ തൃത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ പുത്രൻ തമ്പുരാനായിട്ടാണ്, വചനമായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. അതായത് യേശു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് തുടങ്ങിയില്ല? യേശു എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല. ആർക്ക് തുടങ്ങാൻ പറ്റും? മത്തായിക്ക് തുടങ്ങാൻ പറ്റും. കാരണം മത്തായി യേശുവിൻ്റെ ബാല്യകാലമൊക്കെ വിവരിച്ച് തുടങ്ങുന്നത് കൊണ്ട് മത്തായിക്ക് വേണമെങ്കിൽ യേശു എന്ന് പറഞ്ഞ് തുടങ്ങാം. പക്ഷേ ലൂക്കായ്ക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ യോഹന്നാന് തുടങ്ങാൻ പറ്റില്ല. യോഹന്നാൻ അതിനും മുൻപുള്ള വചനത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശു എന്ന് പറഞ്ഞ് തുടങ്ങാത്തത്. ഇനിയും മാംസമാകുന്നതിന് മുമ്പ്, മനുഷ്യനാകുന്നതിന് മുമ്പ് തൃത്വത്തിലെ പുത്രൻ തമ്പുരാനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വാക്ക് വചനമാണ്. അതുകൊണ്ടാണ് വചനം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതായത്
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പുത്രനെ നമുക്കറിയാം. ആരായിട്ട് അറിയാവുന്നേ? യേശുവായിട്ട് അറിയാം. ഇപ്പം നമുക്ക് പുത്രനെ യേശുവായിട്ട് അറിയാം. പക്ഷേ യേശു ആവുന്നത് വചനം മാംസമാകുമ്പോഴാണ്. അതിനു മുമ്പ് പുത്രനുണ്ടോ? പുത്രനില്ലേ? പുത്രനുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ അതാണല്ലോ ത്രിയേക ദൈവം. ആ ത്രിയേക ദൈവത്തിൻ്റെ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ പുത്രൻ ഉണ്ടല്ലോ. പക്ഷെ ആ പുത്രനെ നമുക്കറിയാവുന്നത് ആരായിട്ടാണ്? യേശുവായിട്ടാണ്, മാംസമായ വചനമായിട്ടാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ഈ വചനം മാംസമാകുന്നതിന് മുമ്പ്, വചനം മനുഷ്യനാകുന്നതിന് മുമ്പ് പുത്രനാണ്. ആ പുത്രനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ആശയം വചനമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വചനം എന്ന് പറഞ്ഞ് യോഹന്നാൻ തുടങ്ങുന്നത്. അത് വചനം മാംസമെടുക്കുന്നതിന് മുമ്പ് പുത്രനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല പദം വചനം എന്ന പദമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കേട്ടോളാം. അതായത് ഈ രണ്ട് ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്? സംസാരിക്കുമ്പോഴാണ് അല്ലേ? ഇപ്പോൾ രണ്ടാളുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന കണക്റ്റിംഗ് ലിങ്ക് എന്താ? വാക്കാണ്. ശരിയല്ലേ? ഇപ്പം ഞാനിത് പറയുന്നത് വരെ ഞാൻ ഈ പറയുന്ന ആശയങ്ങളെല്ലാം എൻ്റെ തലയിൽ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ തലയിലിരിക്കുന്ന ആശയങ്ങളും എൻ്റെ തലയിൽ കിടക്കുന്ന ചിന്തകളും നിങ്ങൾക്ക് മനസ്സിലായതെങ്ങനാ? എൻ്റെ മനസ്സിൽ കിടന്നത് നിങ്ങളുടെ മനസ്സിലെത്തിയതെങ്ങനാ? വാക്കിലൂടെയാണ്. ആണല്ലോ? ഞാനീ പറഞ്ഞ വാക്കുകളിലൂടെയാണ്. എൻ്റെ മനസ്സിൽ കിടന്നതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഞാൻ പറയുന്ന വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഒരാളുടെ മനസ്സിൽ കിടക്കുന്ന ആശയങ്ങളുമൊക്കെ മറ്റൊരാളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നത് അയാളുടെ വാക്കാണ് അല്ലേ? ആ വാക്ക് മറ്റൊരാളുടെ മനസ്സിലേക്ക് പ്രവേശിച്ച് ഒരു ബന്ധം ഉണ്ടാവുന്നു അല്ലേ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തമ്മിൽ ഈ പറയുന്ന കാര്യങ്ങളനുസരിച്ചൊരു ബന്ധം രൂപപ്പെടുന്നു അല്ലേ? അപ്പോൾ എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും പൂർണ്ണമായും വെളിപ്പെടുത്തിയത് എൻ്റെ എന്താണ്? വാക്കാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചിന്തയും, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്ത് വിചാരിക്കുന്നു, എൻ്റെ മനസ്സിൽ എന്താണ് കിടക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് നിങ്ങളുടെ മനസ്സിലെത്തിയത് എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ആശയങ്ങളും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് എൻ്റെ വാക്കുകളിലൂടെയാണ്. ഇത് മനസ്സിലായോ? അതായത് ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന്, ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന്, പിതാവിൻ്റെ ഹൃദയം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത വാക്കാണ് പുത്രൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം എന്ന് യോഹന്നാൻ പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? അതായത് യേശുവിലൂടെ അല്ലേ നമുക്ക് ദൈവം ആരാന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ ഹൃദയം എന്താ, ദൈവം എന്താ ചിന്തിക്കുന്നത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, ഇതെല്ലാം ലോകത്തിന് വെളിപ്പെട്ടില്ലേ? പുത്രനാണ് വെളിപ്പെടുത്തിയത്. ഏകജാതനായ പുത്രനാണ് അവിടുത്തെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, പുത്രനാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തിയ പുത്രനെന്ന നിലയിലാണ് യോഹന്നാൻ യേശുവിനെ എന്ത് വിളിക്കുന്നത്? വചനം. പിടികിട്ടിയോ? വചനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മനസ്സിലുള്ള ആശയും ചിന്തയും വെളിപ്പെടുത്തുന്ന വാക്ക് പോലെ ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്തയും ദൈവത്തിൻ്റെ ഹൃദയവുമെല്ലാം വെളിപ്പെടുത്തിയ വാക്കായിരുന്നു യേശു. അപ്പോൾ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കാവോ? ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നീ അത് പറഞ്ഞപ്പോൾ വളരെയധികം വേദനയുണ്ടായി. അത് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നിങ്ങളും, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, അച്ഛൻ ഒത്തിരി വേദനിച്ചു. അപ്പം ഞാൻ വേദനിച്ചു എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ വേദനയിൽ നിങ്ങൾ സഹതപിച്ചു. അപ്പം ഞാനും നിങ്ങൾ തമ്മിൽ എന്തുണ്ടായി? ഒരു ബന്ധമുണ്ടായി അല്ലേ? ഈ ബന്ധം ഉണ്ടായത് ഈ വാക്ക് വഴിയായിട്ടാണ്. അതായത് പിതാവായ ദൈവത്തെയും ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച കമ്മ്യൂണിക്കേറ്റിംഗ് ലിങ്ക്, ബന്ധിപ്പിച്ച കണക്റ്റിംഗ് ലിങ്ക് ആരാണ്? വചനമായ യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് ഈസ് ദ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മെൻ.
അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഈ ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവം എന്ത് ചിന്തിക്കുന്നു, ദൈവം എന്ത് വിചാരിക്കുന്നു, അത് വരുന്നത് പുത്രനിലൂടെ മാത്രമാണ് റിവീൽ ചെയ്യപ്പെട്ടത്. പുത്രൻ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോവില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് വചനം, ഇപ്പോൾ ഇത് ഒരു ഒത്തിരി ആഴമുള്ള കാര്യങ്ങളാണിത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ മന്വന്തരങ്ങൾ എടുത്ത് പഠിച്ചാലും പിന്നെയും മനസ്സിലാവാതെ കുറേ കാര്യങ്ങൾ കിടക്കുന്ന ഒരു സുവിശേഷമാണിത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് കരുതണം. അങ്ങനെയാണ് ഈ സുവിശേഷം. കുറച്ചെങ്കിലും പിടി കിട്ടിയോ? എന്തുകൊണ്ടാണ് വചനമെന്ന് വിളിച്ചത്? മനസ്സിലായോ? എന്തുകൊണ്ടാണ് വചനമെന്ന് വിളിച്ചേ? പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ വാക്കാണ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ വചനം, ലോഗോസ് എന്ന പദം കൊണ്ട് തുടങ്ങുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെയുണ്ട്. ഇതൊരല്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നറിയത്തില്ല, നോക്കാം. അതായത് ഈ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നതിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് എഫേസോസിൽ ഒരു തത്വചിന്തകൻ ജീവിച്ചിരുന്നു. എഫേസോസിലാണല്ലോ യോഹന്നാൻ ജീവിച്ചിരുന്നത്. എഫേസോസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പരിചയമുണ്ടോ? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്ക് പരിചയമുണ്ട്? വേറെ എന്തെങ്കിലും പരിചയമുണ്ടോ? പരിശുദ്ധ അമ്മ തൻ്റെ മരണം വരെ ജീവിച്ചിരുന്നത് എവിടെയാണ്? പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെ ജീവിച്ചിരുന്നത് എവിടാ? ചുമ്മാ ഗസ് ചെയ്യെങ്കിലും ചെയ്യും. എഫേസോസിലാണ് പരിശുദ്ധ അമ്മ മരിക്കുന്ന പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവരുടെ. എന്തുകൊണ്ട് എഫേസോസിലാണ് ജീവിച്ചിരുന്നത് പറയുന്നത്? യോഹന്നാൻ്റെ വീട്ടിലാണ്. യോഹന്നാൻ്റെ വീട് എവിടാ? എഫേസോസിലാണ്. യോഹന്നാൻ്റെ വീട്ടിലാണ് അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെ ജീവിച്ചിരുന്നത്. യോഹന്നാൻ്റെ വീട്ടിലാണ്. അപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെ എഫേസോസിലായിരുന്നു. ആ എഫേസോസിൽ യോഹന്നാൻ ഈ സുവിശേഷം ഏതാണ്ട് AD 100-ാം ആണ്ടിനോടടുത്ത് ഈ സുവിശേഷം എഴുതുന്നതിന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് എഫേസോസിൽ ഒരു തത്വചിന്തകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെരാക്ലീറ്റസ്. എന്താണ്? ക്ലീറ്റസ് എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ കൂടെ ഹെരാന്ന് കൂടെ ചേർത്താൽ മതി. ഹെരാക്ലീറ്റസ് എന്ന് പറയുന്ന തത്വചിന്തകൻ എഫേസോസിൽ ജീവിച്ചിരുന്നു. അപ്പോൾ തത്വചിന്തകന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അവരെപ്പോഴും നമ്മുടെ കൂട്ടല്ല. നമ്മളിങ്ങനെ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിതം കഴിച്ചു വിടുകയാണ്. തത്വചിന്തകന്മാരങ്ങനല്ല. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോൾ അതെന്താണ് ആ കല്ല് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ആ മരം എന്താണ് അങ്ങനെ നിൽക്കുന്നത്, അവരിങ്ങനെ ആലോചിക്കും. അതെന്താണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്, എന്താണ് ഇതെന്താണ് ഒരിടത്ത്, ഇങ്ങനെ ഇവർ ആലോചിച്ചുകൊണ്ട്. തത്വചിന്തകന്മാരുടെ ഒരു കുഴപ്പം അതാണ്, അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവനെ ഹെരാക്ലിറ്റസ് മാറി മറിയുന്ന ഈ ലോകത്തെ നോക്കി, അതായത് മാറി മറിയുകയാണ്. അതായത് ഇന്നത്തെ കാലാവസ്ഥയല്ല നാളത്തെ കാലാവസ്ഥയല്ല മറ്റന്നാൾ, ഇന്നത്തെ സ്വഭാവമല്ല വേറെ നാളത്തെ സ്വഭാവം. അപ്പോൾ ഈ മാറി മറിയുന്ന ലോകത്തെ നോക്കി ഹെരാക്ലിറ്റസ് ചോദിച്ചു, ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ലോകത്തിനോ ഈ ലോക ജീവിതത്തിനോ അല്ലേ എന്താണ് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അപ്പോൾ അതിൻ്റെ സൈഡിലെങ്ങാണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു കഥയും കണ്ടിട്ടില്ല എന്ന് കാവ്യ പാടിയതുപോലെ ഈ ഹെരാക്ലിറ്റസ് എന്ന് പറയുന്ന തത്വചിന്തകൻ എന്ത് ചെയ്തു? അയാളിങ്ങനെ മാറി മറിയുന്ന ലോകത്തെ നോക്കിയിട്ട് അയാൾ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഈ ലോകത്തിന് വല്ല എന്തെങ്കിലും എന്താ ചിന്തിച്ച അയാൾ ഹെരാക്ലിറ്റസ്? ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അയാൾ ചിന്തിക്കുകയാണ്. നാളെ കുറേ പേര് ഒരു കൊച്ചു ജനിക്കുന്നു, അത് കിടന്ന് കാറുന്നു, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് വളരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അത് കുളിപ്പോകുന്നു, അപ്പോൾ അത് കുറേ അടി വാങ്ങിക്കുന്നു, പിന്നെ കുറേ പരീക്ഷ എഴുതുന്നു, കുറേ മുട്ട വാങ്ങിക്കുന്നു, പിന്നെ അത് തിരിച്ചു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നേരമില്ല, ഞാൻ അത് പറഞ്ഞിട്ട് നിർത്താം. ഹെരാക്ലിറ്റസൊക്കെ നമുക്ക് പിന്നെ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തോരം നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എനിക്കത് ഓർക്കുമ്പോൾ വിഷമാണ്. വല്ല ഗുണമുണ്ടായോ? അതുമില്ല. എന്തോരം, അതായത് ഈ പരീക്ഷയ്ക്കെല്ലാം മുമ്പ് എന്തോരം ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് നമ്മൾ. എന്ത് വയറുവേദന എടുക്കുന്നു, നെഞ്ചുവേദന എടുക്കുന്നു, നമ്മൾ വെപ്രാളപ്പെട്ടിന് കൈകൾ. വല്ല ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടായോ? വെറുതെ ടെൻഷൻ അടിച്ചല്ലാതെ. ഹെരാക്ലിറ്റസ് ആലോചിക്കുകയാണ് ഇതിനകത്തൊക്കെ എന്താണ് അർത്ഥം. ഹെരാക്ലിറ്റസ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് യോഹന്നാൻ, നമ്മളിപ്പോൾ എവിടെ എത്തി? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങളേ ആയിട്ടുള്ളൂ. 1-2 വാക്യങ്ങൾ. അതിനകത്ത് യേശുവിൻ്റെ നിത്യത, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ ദൈവത്വം അത് തെളിയിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ എന്താണ്, എന്തുകൊണ്ടാണ് യോഹന്നാൻ
വചനം എന്ന് യേശുവിനെ വിളിച്ചത്. യേശു എന്ന് വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ക്ലിയറായെന്ന് വിചാരിക്കുന്നു. യേശു എന്ന് വിളിക്കാൻ എന്താണ്? വചനമെന്ന് വിളിച്ചെന്താണ്? ദൈവത്തെ വെളിപ്പെടുത്തിയ വാക്കാണ് യേശു. അപ്പോൾ ഇനി അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഞാനത് ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് തീരില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് കാണാം. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.